ഹലോ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കിതാബു തജ്വീദിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിൽ ചോദ്യങ്ങൾ വന്നതെന്ന് നോക്കിയാലോ. ശരിയുത്തരം അടയാളപ്പെടുത്താനാണ്. വിശുദ്ധ ഖുർആൻ അവതരണത്തിന്റെ തുടക്കം അത് ഹിറാ ഗുഹയാണ്. നമുക്കത് ടിക്ക് ചെയ്യാം. ഇനി ഖുർആൻ അവതരിച്ചത് എത്ര വർഷം കൊണ്ട് എന്നതാണ്. 23 വർഷം കൊണ്ട് എന്നത് ടിക്ക് ചെയ്യാം. ഇനി ഖുർആനിൽ സൂറത്തുകളുടെ എണ്ണം 114 സൂറത്തുകളുണ്ട്, അവിടെ ടിക്കിടാം. ഇനിയാ ഖുർആനിലെ മക്കിയ സൂറത്തുകളുടെ എണ്ണം, മക്കിയ സൂറത്തുകൾ 86 ആണ്. 86 വേണ്ടത്. അത് ഇവിടെ നൽകിയിട്ടില്ല, ഓപ്ഷൻ മാറിപ്പോയതായിരിക്കും. അപ്പൊ അത് 86 എന്നതാണ് അവിടെ ശരി വേണ്ടത്. അടുത്തത് ഖുർആൻ പാരായണ നിയമമാണ് ഇൽമു തജ്വീദ്. ഇൽമു തജ്വീദ് ഇനി യോജിപ്പിക്കാനാണ്. എന്താണ് നബി തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്ത് ഖുർആൻ. ഖുർആൻ നിയമം പാലിച്ച് ഓതലാണ് ഫർള് ഐന്. ഖുർആൻ നിയമം പാലിച്ച് ഓതൽ ഫർള് ഐനാണ്. അർത്ഥം ചിന്തിച്ച് സാവധാനം പാരായണം ചെയ്യലാണ് തർത്തീല്. മിതമായ വേഗത്തിൽ പാരായണം ചെയ്യലാണ് തദ്വീർ. ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടി ഓതുന്നതാണ് തഹ്കീക്ക്. അങ്ങനെ നമുക്ക് അവിടുന്ന് തിരഞ്ഞെടുത്ത് അതിന് നേരെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ പൂർത്തിയാക്കാനെന്നുള്ള രീതിയിൽ എന്താണ് തദ്വീർ, എന്താണ് തഹ്കീഖൊക്കെ ചോദ്യം വന്നാലും നമുക്ക് എഴുതാൻ കഴിയണം. അടുത്തത് 3 വീതം എഴുതാനാണ്. ഖുർആൻ ഓതുന്നവന്റെ മര്യാദകൾ. തൗബ സൂറത്ത് ബിസ്മി ഓതരുത്, മിസ്വാക്ക് ചെയ്യുക, ഖിബ്ലയിലേക്ക് തിരിയുക. ഇങ്ങനെ 3 എഴുതാം. ഇനിയോ ഉത്തരം എഴുതാനാണ്. ഖുർആനിന്റെ മറ്റൊരു പേരെന്ത്? അൽ ഫുർഖാനുൽ അലീം. ഇതാണ് ഖുർആനിന്റെ മറ്റൊരു പേര്. ഖുർആൻ ശപിക്കും ആരെ? ഖുർആൻ ശപിക്കും ആരെ? തജ്വീദ് നിയമം പാലിക്കാതെ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ ഖുർആൻ ശപിക്കും. ഖുർആനിലെ സജദയുടെ ആയത്തുകൾ ഓതിയാൽ എന്തു ചെയ്യണം? തിലാവത്തിന്റെ സുജൂദ് ചെയ്യണം. ബിസ്മി ഓതാത്ത സൂറത്തേത്? സൂറത്തു തൗബ. ഖുർആൻ ഒരു അക്ഷരം ഓതിയാൽ എത്ര നന്മ പ്രതിഫലം കിട്ടും? 10 നന്മ ചെയ്ത പ്രതിഫലം കിട്ടും. 10 നന്മ ചെയ്ത പ്രതിഫലം കിട്ടും. ഇനി വ്യക്തമാക്കാം. വിവിധ ഘട്ടങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ട ആയത്തുകൾ ഒരു ഗ്രന്ഥമായി ക്രോഡീകരിക്കപ്പെട്ടതാണ് മുസ്ഹഫ്. തജ്വീദ് എന്നാൽ എന്ത്? അക്ഷരങ്ങളുടെ ഉച്ചാരണ നിയമങ്ങൾ പാലിച്ച് മനോഹരമായി ഖുർആൻ ഓതുന്നതിനാണ് തജ്വീദ് എന്ന് പറയുന്നത്. സൂറത്തുൽ മക്കിയ എന്നാൽ എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് മക്ക ജീവിതകാലത്ത് അവതരിപ്പിക്കപ്പെട്ടതാണ് സൂറത്തുൽ മക്കിയ. ഇനി പൂർത്തിയാക്കാനാണ്. ഖുർആനഹു എന്നവിടെ പൂർത്തിയാക്കണം. അടുത്തത് സൂറത്തു സജദ. അടുത്തത് സുജൂദ് ചെയ്യാൻ സാധ്യമായില്ലെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 4 തവണ ചൊല്ലുക. അതുവരെ അവിടെ പൂർത്തിയാക്കി കൊടുക്കാനാണ്. അപ്പൊ ഈ ചോദ്യ പേപ്പറിൽ വന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കാം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത ചോദ്യ പേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.